ഹായ് ഓൾ, I+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിയാക്ഷൻസ്, നെയിംഡ് റിയാക്ഷൻസ് എല്ലാം കഴിഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ മെക്കാനിസത്തിലോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. അതേതാണെന്നറിയാമോ? എലിമിനേഷൻ റിയാക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിന്റെ മെക്കാനിസം പഠിച്ചു. SN1, SN2, SN1', ARSN അല്ലേ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നതുമായ റിയാക്ഷൻസ് ഏത്? എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 3 മെക്കാനിസംസ് പഠിക്കാനുള്ളത്. E1 മെക്കാനിസം, E2 മെക്കാനിസം, E1 CB മെക്കാനിസം അല്ലേ. അപ്പൊ ബിഫോർ ഗോയിങ് ഓൺ ടു ഓൾ ദ ലെക്ചേഴ്സ് നമുക്കിത് വായിച്ചു പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്താണ് കൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് തരാം കേട്ടോ. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സ് കൊടുത്ത കാര്യം എവിടെയെങ്കിലും അല്ലാതെ നമ്മൾ പോയിന്റ്സ് ഏതാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചേ, കുറച്ച് ഡെപ്തിലുള്ള എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, എലിമിനേഷൻ റിയാക്ഷൻസ് അല്ലെ. നമുക്ക് എത്ര ടൈപ്പ് എലിമിനേഷൻ അറിയാം? ഒന്ന് നോക്കിക്കേ ആദ്യം. അല്ലെ, എന്താണ് എലിമിനേഷൻ റിയാക്ഷൻ അല്ലെ? ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ആരെ എടുത്തിരിക്കുകയാണ്? CH2 ഡബിൾ ബോണ്ട് CH2. ഇതാണ് എന്ത്? ഈഥീൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ അല്ലെ. ഇതിനകത്തോട്ട് HCl-നെ ആഡ് ചെയ്യാൻ പോവാം. നമ്മൾ പഠിച്ചതാ അഡീഷൻ റിയാക്ഷൻ അല്ലെ. അപ്പം ഇതിനെ ആഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ വിളിക്കാം? അഡീഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ഈ ഡബിൾ ബോണ്ട് പൊട്ടി ഇവിടെ H-ഉം ഇവിടെ Cl-ഉം വന്നു. നമുക്ക് എന്ത് കിട്ടും? CH3 CH2 Cl കിട്ടും അല്ലെ. ഈ ബോണ്ട് പൊട്ടി ഈ പറയുന്ന ഈഥീനെ എന്താക്കി മാറ്റുന്നതാണ്? ക്ലോറോ ഈഥേൻ ആക്കി മാറ്റുന്ന റിയാക്ഷനെ എന്തെന്ന് പറയണത്? അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി ഒന്ന് തിരിച്ചിട്ടേ, ഈ ക്ലോറോ ഈഥേൻ തിരിച്ചെന്തായിട്ട് മാറുന്നു? ഈഥീനായിട്ട് മാറുന്നു. ആര് വെളിയിൽ പോയിട്ട്? HCl വെളിയിലോട്ട് പോയിട്ട്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരായി എന്ത്? എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയും. എന്താ പറയണത്? എലിമിനേഷൻ റിയാക്ഷൻ. ഈ എലിമിനേഷൻ റിയാക്ഷൻ എത്ര ടൈപ്പാ ഉള്ളത്? ഒന്ന് ശ്രദ്ധിച്ചേ. ഈ എലിമിനേഷൻ റിയാക്ഷൻ 4 ടൈപ്പ് ഉണ്ട്. ആൽഫ എലിമിനേഷൻ, ബീറ്റ എലിമിനേഷൻ, ഗാമ എലിമിനേഷൻ, ഡെൽറ്റ എലിമിനേഷൻ. പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നും. ഒന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് ആൽഫ എലിമിനേഷൻ? ശ്രദ്ധിച്ചു നോക്കാം നമുക്ക്. അതായത് നമ്മുടെ CH, H, Cl ആരെ എടുത്തിരിക്കുന്നത്? ഞാൻ ഈ പറയുന്ന പോലെ ഡൈക്ലോറോമീഥേനെ ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? ആരെ എടുത്തിരിക്കുന്നത്? ഡൈക്ലോറോമീഥേൻ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇത് കാർബൺ അല്ലെ. Cl ഫങ്ഷണൽ ഗ്രൂപ്പ്. കാർബൺ ആൽഫ കാർബൺ. ആൽഫ കാർബണിലുള്ള ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇങ്ങോട്ട് നോക്കിയാട്ടെ, നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? അക്വസ് NaOH-ഉമായിട്ട് എന്ത് ചെയ്യാൻ പോവാ? റിയാക്ട് ചെയ്യാൻ പോവാ. ഈ ആൽഫയെ കിടക്കുന്ന H-ഉം ആൽഫയെ കിടക്കുന്ന Cl-ഉം തന്നെ എന്ത് ചെയ്യുന്നത്? എലിമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ഓക്കെ, ഐ എം സോറി, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത് H2. ആൽഫയിലുള്ള 2 H2 എന്ത് ചെയ്യാൻ പോവാ? എലിമിനേറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ എന്താ എടുത്തിരിക്കുന്നത്? അക്വസ് NaOH-നെ എടുത്തിരിക്കുന്നത് കേട്ടോ. ആൽഫയിലുള്ള 2 H2 എന്ത് ചെയ്ത് പോവും? എലിമിനേറ്റ് ചെയ്ത് പോവും. ബാക്കി ആരാ ഉള്ളത്? CCl2. ഈ H ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുത്തു, ഇതും ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി? 2 ഇലക്ട്രോൺ സ്പീഷീസ് ഉള്ള ഇങ്ങനത്തെ ഒരെണ്ണത്തിന് കിട്ടി. ഇതിനെ വിളിക്കുന്ന പേരായിരുന്നു എന്തെന്ന് പറയണത്? കാർബീൻ എന്ന് പറഞ്ഞത് അല്ലെ. റൈമർ-ടൈമൺ റിയാക്ഷൻ, വീണ്ടും പറയുന്നു, റൈമർ-ടൈമൺ റിയാക്ഷൻ അങ്ങനെയുള്ള റിയാക്ഷൻസിലെല്ലാം ഇന്റർമീഡിയറ്റ് ഏതാണ്? ഈ പറയുന്ന കാർബീൻ ആണ്. ഇതിനെ വിളിക്കുന്ന പേരായി എന്ത്? ആൽഫ എലിമിനേഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കാം? ആൽഫ എലിമിനേഷൻ. ഇനി അപ്പൊ നമുക്ക് എന്താ ബീറ്റ എലിമിനേഷൻ? നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. നോക്കിയാട്ടെ, CH3 CHCl CH3 എളുപ്പമുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ. നോക്കിയേ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ളത് ആൽഫ, അതിൻ്റെ അടുത്തുള്ളത് എന്താ? ബീറ്റ. ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് KOH. ആരുമായിട്ട് റിയാക്ട് ചെയ്യണത്? ആൽക്കഹോളിക് KOH-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഇവിടുന്ന് ഒരു H-ഉം, ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണേ, ഇവിടുന്ന് ഇതും ഇതിന്റെ ബീറ്റയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു H-ഉം ഇവിടുന്ന് ഒരു Cl-ഉം കൂടെ ആര് വെളിയിൽ പോവും? HCl വെളിയിൽ പോവും. എന്നിട്ട് നമുക്ക് ആരെ കിട്ടും? CH3 CH ഡബിൾ
ഡബിൾ ബോണ്ട് CH2. ആൽഫയുടെയും ബീറ്റയുടെയും ഇടയ്ക്ക് എന്ത് കിട്ടി? ഡബിൾ ബോണ്ട് കിട്ടി. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ബീറ്റയെന്നല്ലേ എലിമിനേറ്റ് ചെയ്തത്? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. എന്ത് എലിമിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ? ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ബീറ്റ കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് ഏതാ ഉള്ളത്? ഗാമ എലിമിനേഷൻ അല്ലേ ഉള്ളത്. അപ്പൊ ഗാമ എലിമിനേഷൻ നോക്കിയാട്ടെ. ഓക്കെ, BR ഇങ്ങനെ ഒരു മോളിക്യൂൾ എടുത്തോ കേട്ടോ. ഇത് ആൽഫ, ഇത് ബീറ്റ, ഇതെന്താണ്? ഗാമ അല്ലെ? ഏതൊക്കെയാ പറഞ്ഞത്? ആൽഫ, ബീറ്റ, ഗാമ അല്ലെ? ഇവിടെ എന്ത് വെച്ച് ഹീറ്റ് ചെയ്യുക? സിങ്ക് ഡസ്റ്റുമായിട്ട് എന്ത് ചെയ്യുക? ഈ മോളിക്യൂളിനെ ഹീറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇസഡനും BR കൂടെ ആര് വെളിയിൽ പോവും? ഇസഡൻ BR ടു വെളിയിൽ പോവും. ബാക്കി കിട്ടുന്നത് ഏതായിരിക്കും? ഒരു സൈക്ലോപ്രൊപ്പൈനെ കിട്ടും കേട്ടോ. അപ്പൊ എവിടുന്ന് എലിമിനേഷൻ നടന്നത്? ഗാമയെന്നല്ലേ എലിമിനേഷൻ നടന്നത്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഗാമ എലിമിനേഷൻ എന്ന് വിളിക്കും കേട്ടോ. എന്താ വിളിക്കുക? ഗാമ എലിമിനേഷൻ കേട്ടോ, ഗാമ എലിമിനേഷൻ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, എന്താ ഡെൽറ്റ എലിമിനേഷൻ? ഈ ഗാമയും ബീറ്റയും ഡെൽറ്റയും ഒന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. നമുക്ക് ആകെ പാട വേണമെന്നത് ബീറ്റ എലിമിനേഷൻ ആണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ 4 ടൈപ്പ് എലിമിനേഷൻ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്നും. മെയിനായിട്ട് ബീറ്റ എലിമിനേഷനിലാണ് നമ്മൾ E1 E2 മെക്കാനിസംസ് ഒക്കെ പഠിക്കുന്നത് കേട്ടോ. E1 E2 E1CB മെക്കാനിസംസ് എല്ലാം ഇങ്ങോട്ടാണ് നോക്കുന്നത്. ദേ നോക്കിക്കേ, ഇവിടെ BR, ഇവിടെ BR. നമ്മൾ എഴുതി തുടങ്ങും ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ഇവിടെയും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? സിങ്ക് ഡസ്റ്റുമായിട്ട് ഹീറ്റ് ചെയ്യുക. ഇസഡൻ BRും കൂടെ ആര് വെളിയിൽ പോവും? ഇസഡൻ BR ടു വെളിയിൽ പോയാൽ യു വിൽ ഗെറ്റ് സൈക്ലോബ്യൂട്ടേ. ഇതിനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയണത്? ഗാമ എലിമിനേഷൻ എന്ന് വിളിക്കും അല്ലെ? അപ്പൊ നമുക്ക് പല ടൈപ്പ് എലിമിനേഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏതിനകത്തോട്ടാണ്? ബീറ്റ എലിമിനേഷനകത്തോട്ടാണ് കേട്ടോ. അപ്പൊ വലിയ പാടൊന്നുമില്ല ഈ ബീറ്റ എലിമിനേഷൻ പറയുന്നത്. നമുക്ക് ജസ്റ്റ് പഠിച്ച് പോവാവുന്നതേ ഉള്ളൂ കേട്ടോ ബീറ്റ എലിമിനേഷൻ. അപ്പൊ അതിൽ ആദ്യം നമുക്ക് ഈ എലിമിനേഷനിൽ തന്നെ 3 റിയാക്ഷൻസ് ആ ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് E1 എലിമിനേഷൻ, രണ്ടാമത്തെ എലിമിനേഷൻ ആണ് E2 എലിമിനേഷൻ, മൂന്നാമത്തെ സ്പെഷ്യൽ കേസ് ആണ് E1CB എലിമിനേഷൻ എന്ന് പറയും കേട്ടോ. ഏതൊക്കെയാണ്? E1 എലിമിനേഷൻ, E2 എലിമിനേഷൻ, E1CB എലിമിനേഷൻ. ഓക്കെ ആണോ പറയണത്? ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഒന്നേന്ന് നോക്കാൻ പോവാ. ഏത്? E1 എലിമിനേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഈ 1 നിങ്ങൾ SN1 പഠിച്ചതാണെങ്കിൽ ഇതിലെ 1 എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? E4 എലിമിനേഷൻ, 1,4 യൂണിമോളിക്കുലാർ അല്ലെ? അപ്പൊ യൂണിമോളിക്കുലാർ എലിമിനേഷൻ ആണ് അല്ലെ എന്തെന്ന് പറയുന്നത്? E1 എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത്. ഞാനൊരു റിയാക്ഷൻ എടുക്കാൻ പോവാണേ. അപ്പം E1 SN1 പോലെ തന്നെ ഉള്ളൂ. ഈ E1 എലിമിനേഷൻ എന്ന് പറയുന്നത് ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. എത്ര സ്റ്റെപ്പ് പ്രോസസ്സാണ്? 2 സ്റ്റെപ്പ്. നമ്മൾ പഠിച്ച SN1 റിയാക്ഷൻ എത്ര സ്റ്റെപ്പ് പ്രോസസ് ആയിരുന്നു? 2 സ്റ്റെപ്പ് റിയാക്ഷൻ അല്ലേ? ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോണും രണ്ടാമത് അറ്റാക്ക് ഓഫ് ന്യൂക്ലിയോഫൈലും. ഇവിടെ എലിമിനേഷൻ വരുമ്പോഴും എത്ര സ്റ്റെപ്പ് തന്നെ ആയിരിക്കും? 2 സ്റ്റെപ്പ് തന്നെ ആയിരിക്കും. അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ എഴുതാൻ പോവാണേ. നോക്കിക്കേ, സ്റ്റെപ്പ് 1 എഴുതാൻ പോവാം. ഐ ആം ടേക്കിംഗ് എ ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ്. ഒരു ടെറിഷറി ആൽക്കൈൽ ഹാലൈഡിനെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ആരെ എടുക്കാൻ പോകുന്നത്? ഒരു ടെറിഷറി ആൽക്കൈൽ ഹാലൈഡിനെ എന്ത് ചെയ്യാൻ പോണത്? എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ എന്തിൻ്റെ പ്രസൻസിലായിരിക്കണം? നല്ല ബേസിൻ്റെ പ്രസൻസിലായിരിക്കണം. ബേസിൻ്റെ പ്രസൻസ് എടുക്കുന്നത് ഇവിടെ ഏത് ബേസ് മതി നിങ്ങൾ എടുക്കുന്നത്? വീക്ക് ആയിട്ടുള്ളൊരു ബേസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീക്ക് ബേസ് ഇവിടെ ഓർത്തിരിക്കണേ. ഏത് ബേസാണ് നമ്മൾ എടുക്കുന്നത്? വീക്ക് ആയിട്ടുള്ളൊരു ബേസ് എടുത്താൽ മതി. വീക്ക് ബേസിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? ETOH, CH3OH അങ്ങനത്തെ ഉള്ളതൊക്കെ കേട്ടോ. നോക്കിയേ, Cl എന്തായിട്ട് വെളിയിലോട്ട് പോയി? Cl മൈനസ് ആയിട്ട് വെളിയിലോട്ട് പോയി. അങ്ങനെ മൈനസ് ആയിട്ട് വെളിയിലോട്ട് പോയി കഴിഞ്ഞപ്പം നമുക്ക് ബാക്കി ആരാ ഉള്ളത്? CH3 എന്ത് കിട്ടി? പ്ലസ് ചാർജ് കിട്ടി അല്ലേ? കിട്ടിയില്ലേ? അതായത് ഇവിടെ ഏതായിരുന്നു? നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ ഫോം ചെയ്തത് ഒരു കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ് ആണ്. എന്താ ഫോം ചെയ്തത്? കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ്. ഈ കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഏത് ഷേപ്പാണ് വരുന്നത്? പ്ലനാർ ഷേപ്പാണ് വരുന്നത് കേട്ടോ. ഓൾറെഡി ഇവിടെ പക്ഷേ ഏത് ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു? sp3 ഹൈബ്രിഡൈസേഷനും ടെട്രാഹെഡറൽ ഷേപ്പും ആയിരുന്നു. ഇത് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടത് കേട്ടോ. അപ്പോൾ കാർബോ കാറ്റയോൺ ഫോം ചെയ്തു. ഇനി
സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എന്താ വേണമെന്നത്? ഈ പറയുന്ന CH3 C, ഇവിടെ ആര് കിടപ്പുണ്ട്? CH3 CH2H എന്ന് ഞാൻ എഴുതുകയാണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നടക്കുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? H+ ഡീപ്രോട്ടോണേഷൻ ആണ്. എന്താ നടക്കുന്നത്? ഡീപ്രോട്ടോണേഷൻ, അല്ലെങ്കിൽ എന്ത് വെളിയിലോട്ട് പോകണം? H+ വെളിയിലോട്ട് പോകണം, അബ്സ്ട്രാക്ഷൻ ഓഫ് ബീറ്റ ഹൈഡ്രജൻ. അപ്പൊ നടക്കുന്ന അടുത്ത സ്റ്റേജ് ഏതായിരിക്കും ഇവിടെ നടക്കുന്നത്? അബ്സ്ട്രാക്ഷൻ ഓഫ് ബീറ്റ ഹൈഡ്രജൻ. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത് ആൽഫയായിരുന്നു, അതിന്റെ തൊട്ടടുത്തുള്ളത് എന്താ? ബീറ്റ. ഇതും ബീറ്റയാണ്, ഇതും ഇതിന്റെ ബീറ്റയാ, ഇതിന്റെ ബീറ്റ, ഇതും ബീറ്റയാ. ഓക്കെ ആണോ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എടുത്താൽ മതി. ഞാൻ ഇത് എടുക്കുകയാണേ. ഇവിടെ നിന്ന് എന്ത് വെളിയിലോട്ട് പോയി? H ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് കൊടുത്തിട്ട് എന്തായിട്ട് വെളിയിലോട്ട് പോകും? H+ ആയിട്ട് വെളിയിലോട്ട് പോകും കേട്ടോ. എന്തായിട്ടാണ് വെളിയിലോട്ട് പോകുന്നത്? H ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് H+ ആയിട്ട് വെളിയിലോട്ട് പോവും. വെളിയിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3. ഈ പറയുന്ന ഈ CH3 എന്ത് എഴുതി? ഇങ്ങനെ എഴുതി, ഡബിൾ ബോണ്ട് CH2. ഓക്കെ ആണോ? നമുക്ക് ആരെ കിട്ടി? ആൽക്കീനെ കിട്ടിയില്ലേ? ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാ എന്താ? ഈവൺ എലിമിനേഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഈവൺ എലിമിനേഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്, 2 സ്റ്റെപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലെ ഒരു സ്റ്റെപ്പ് സ്ലോവസ്റ്റ് സ്റ്റെപ്പും ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും? ഫാസ്റ്റ് സ്റ്റെപ്പും ആയിരിക്കും. സ്ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആയിരിക്കും എന്തെന്ന് പറയണത്? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞത് ശ്രദ്ധിച്ചേ. Cl- എലിമിനേറ്റ് ചെയ്തു, കാർബോകാറ്റോൺ ഫോം ചെയ്തു. ഇതാണ് ഏത് സ്റ്റെപ്പ്? സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും എന്തെന്ന് പറയണത്? റേറ്റ് ഡിറ്റർമിനിങ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയണത്. ഓക്കെ ആണോ പറയണത്? നോക്കിയാട്ടെ, സെക്കൻഡ് സ്റ്റെപ്പിൽ അബ്സ്ട്രാക്ഷൻ ഓഫ് ബീറ്റ ഹൈഡ്രജൻ, എന്നിട്ട് എന്ത് ഫോം ചെയ്തു? ഡബിൾ ബോണ്ട് ആയിട്ടുള്ള ആൽക്കീൻ നമുക്ക് ഫോം ചെയ്തു. 2-methyl propene ആൽക്കീൻ നമുക്ക് എന്ത് ചെയ്തു? ഫോം ചെയ്തു. നോക്കിയേ, സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് ഏത് സ്റ്റെപ്പ്? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ഹിയർ ദ റേറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് അല്ലെ. അതായത് ഈ പറയുന്ന ആൽക്കൈൽ ഹാലൈഡിന്റെ കോൺസെൻട്രേഷൻ എന്ത് പ്രൊപ്പോർഷണലാണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഞാൻ ഇപ്പുറത്തെ പേജിലോട്ട് അങ്ങ് എഴുതുകയാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് കാണാനായിട്ട് വിചാരിച്ചുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറഞ്ഞു? ഒന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. അതായത് ഇത് എത്ര സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരുന്നു? 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരുന്നു. ഇതിന്റെ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് കാർബോകാറ്റയോൺ ആണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആർക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്? ആൽക്കൈൽ ഹാലൈഡിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Rx അല്ലേ. ഇതിന്റെ പവർ എത്രയാ? അതല്ലേ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. സോ ഓർഡർ ഈസ് ഈക്വൽ ടു 1. അതായത് ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? ഇറ്റ് ഫോളോസ് എ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഏത് കൈനറ്റിക്സ് ആ ഫോളോ ചെയ്യുന്നത്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അതായത് യൂണിമോളിക്കുലർ റിയാക്ഷൻ ആയിരിക്കും. ഇനി നോക്കിക്കേ, നമ്മൾ ഫോം ചെയ്ത ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർബോകാറ്റയോൺ ആയിരിക്കും. അപ്പൊ എത്രത്തോളം നന്നായിട്ട് കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നു അത്രത്തോളം നന്നായിട്ട് ഈ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫേവർ ചെയ്യുന്നുണ്ട് അല്ലെ. എന്താ പറഞ്ഞത്? എത്രത്തോളം നന്നായിട്ട് ഈ കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നു അത്രത്തോളം നന്നായി റിയാക്ഷനെ ഫേവർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എങ്ങനെയാ? ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ്സിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി. എന്തായിരിക്കും ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് വെച്ചാൽ പറഞ്ഞേ? ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി അല്ലെ. ഇനി ഇങ്ങോട്ട് നോക്കിയാട്ടെ, നമുക്ക് പല അയഡൈഡ്സ് ഉണ്ട്. ഏതൊക്കെ എടുക്കാം? ലീവിംഗ് ഗ്രൂപ്പ് എടുക്കാം. RI ഉണ്ട്, RBr ഉണ്ട്, RCl ഉണ്ട്, പിന്നെന്താ ഉള്ളത്? F ഉണ്ട് അല്ലേ, RF ഉണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ സ്റ്റെപ്പിൽ ആര് വെളിയിലോട്ട് പോകണം? ഹാലജൻസ് വെളിയിലോട്ട് പോകണം. അതായത് ഹാലൈഡ് ഷുഡ് ബി എ ബെറ്റർ ലിവിംഗ് ഗ്രൂപ്പ് അല്ലേ. നമുക്കറിയാം, ഇഫ് യു ആർ ടേക്കിംഗ് ക്ലോറിൻ, ഫ്ലൂറിൻ അല്ലെങ്കിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ആരെയൊക്കെ എടുത്തിരിക്കുന്നത്? ഫ്ലൂറിന്, ക്ലോറിന്, ബ്രോമിന്, അയഡിന്. ഇത്ര എടുക്കുകയാണെങ്കിൽ ഇതിലെ ബെറ്റർ ലിവിംഗ് ഗ്രൂപ്പ് ആരാ? ഒബ്വിയസ്ലി അയഡിൻ അല്ലേ. നമ്മൾ പറഞ്ഞതല്ലേ കാര്യം എന്താ? അയഡിൻ്റെ സൈസ് കൂടുതലാണ്. സൈസ് കൂടുമ്പം എന്ത് കുറയും? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റും?
ലീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ലീവിങ് ഗ്രൂപ്പിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയായിരുന്നു? അയഡൈഡ്, ബ്രോമൈഡ്, ക്ലോറൈഡ്, പിന്നെ ആര് വരും? ഫ്ലൂറൈഡ് വരും അല്ലെ. ഇനി ഇതിനകത്തോട്ട് ഏത് സോൾവെന്റ് ആണ് എടുക്കേണ്ടതെന്നുള്ളത്, ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ടേക്ക് പോളാർ പ്രോട്ടിക് സോൾവെന്റ്സ്. ഏതാ എടുക്കേണ്ടത്? പോളാർ ആയിട്ടുള്ള പ്രോട്ടിക് സോൾവെന്റ്സ്. എന്താ പോളാർ പ്രോട്ടിക്? H+നെ ഡൊണേറ്റ് ചെയ്യുന്ന സോൾവെന്റ്സ് കേട്ടോ, അതാണ് പോളാർ പ്രോട്ടിക് സോൾവെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ ഇതിനെ എടുക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ എടുക്കണം? പോളാർ പ്രോട്ടിക് സോൾവെന്റ്സിനെ എടുക്കണം. അപ്പൊ എന്താ ഒന്നുകൂടെ പറഞ്ഞതിന്റെ കൂടെ? 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരിക്കും, ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആയിരിക്കും, റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓർഡർ 1 ആയിരിക്കും. ഇനി ഇതിന്റെ റിയാക്ഷന്റെ സ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദിറ്റ് മീൻസ് ഏറ്റവും സ്റ്റേബിൾ ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും E1 കാണിക്കുന്നത്, പിന്നെ സെക്കൻഡറി കാണിക്കും, പിന്നെ ആയിരിക്കും ലീസ്റ്റ് ആയിരിക്കും ആര് കാണിക്കുന്നത്? പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് കാണിക്കുന്നത്. ഇനി നോക്കിയാട്ടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഇതിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എങ്ങനെ ആയിരിക്കും? ബെറ്റർ ലിവിംഗ് ഗ്രൂപ്പ് ഏതാ? അയഡിൻ അല്ലേ. സോ ആസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്, റിയാക്ടിവിറ്റിയുടെ ടെൻഡൻസി ഇൻക്രീസ് ചെയ്യും. ഓർഡർ എങ്ങനെ ആയിരിക്കും വരുന്നത്? സോറി, റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ എന്ത് വരുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോറി. ഓക്കെ, റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ എന്ത് വരുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. ഇവിടം പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, സോറി, റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ എന്തോ വരുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. ഇവിടം വരത്തെ കാര്യങ്ങൾ ഓക്കെയാണ് പറയുന്നത്. ഇനി നോക്കിയാൽ സോൾവെന്റ് ഏതായിരിക്കും എപ്പോഴും വരേണ്ടത്? പോളാർ പ്രോട്ടിക് സോൾവെന്റ്സിനായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണത്? പ്രിഫർ ചെയ്യണത്. ഓക്കെ ആണോ? ഇനി ഇങ്ങോട്ട് നോക്കിയാട്ടെ, നമ്മൾ കമ്പാരിസൺ ബിറ്റ്വീൻ E1 ആൻഡ് SN1 നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? E1 റിയാക്ഷനെയും SN1 റിയാക്ഷനെയും എന്ത് ചെയ്യാൻ പോവാ? കമ്പയർ ചെയ്യാനായിട്ട് പോവാ. നമ്മൾ പറഞ്ഞു SN1 റിയാക്ഷൻ, അതായത് there is a comparison between SN1 reaction and E1 reaction. എപ്പോ SN1 കാണിക്കും, എപ്പോ ഒരു മോളിക്യൂള് E1 റിയാക്ഷൻ കാണിക്കും അല്ലെ. SN1 റിയാക്ഷൻ സാധാരണ എന്തായിരുന്നു? ഞാനൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ SN1 എങ്ങനെ എഴുതിയത്? CH3, C, ഇവിടെ CH3, ഇവിടെ ആരാ ഉള്ളത്? CH3, ഇവിടെ Cl ഉണ്ട്. നോക്കിയാട്ടെ, 2 കേസസാണ് പറയുന്നത് അല്ലേ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നത് SN1 റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ ആരായിരിക്കും? നമ്മൾ OH മൈനസ് വരുമ്പം Cl വെളിയിൽ പോയിട്ട് അവിടെ ആര് വരും? CH3C, CH3OH ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാ SN1 റിയാക്ഷൻ. ഇനി SN2 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3 ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻ ആയിരിക്കും ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്ത് നടന്നാൽ? E1 എലിമിനേഷൻ നടന്നാൽ. ഒന്നാമത് നോക്കി, എപ്പോൾ E1 നടക്കും, എപ്പോൾ SN1 നടക്കും? ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ. പഠിച്ചിരിക്കുക. അതായത് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താ പറയണത്? ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ E1 റിയാക്ഷനെ ഫേവർ ചെയ്യും. ഹൈ ടെമ്പറേച്ചർ ആണ്, ഇപ്പോൾ ഒരു 80 ഡിഗ്രി സെൽഷ്യസ് 90 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെങ്കിൽ ഇത് ഫേവർ ചെയ്യുന്നത് E1 റിയാക്ഷനെയും. ഇനി ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താ ലോ ടെമ്പറേച്ചർ? ഏകദേശം 25 ഡിഗ്രിയോ 30 ഡിഗ്രിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇതെന്തായിരിക്കും ഫേവർ ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ E1 എലിമിനേഷൻ റിയാക്ഷൻ ആയിരിക്കും. സോറി, SN1 എലിമിനേഷൻ റിയാക്ഷൻ എന്ത് ചെയ്യും? ഫേവർ ചെയ്യും. ഓക്കെ അല്ലേ. അപ്പൊ 2 ടൈപ്പാണ് വരുന്നത്. SN1 എലിമിനേഷൻ, SN1 ഉണ്ട്, അതുപോലെ E1 ഉണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ E1 റിയാക്ഷനും ലോ ടെമ്പറേച്ചറിൽ ഏത് റിയാക്ഷനും ആയിരിക്കും? SN1 റിയാക്ഷനും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫേവർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇവിടം വരെ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ഒരു റിയാക്ഷൻ ഒന്ന് എഴുതാൻ പോവാണേ. ഒന്ന് ശ്രദ്ധിച്ചേ. CH3 CH2 CCl CH2 CH3. ഫൈൻ. കോമ്പൗണ്ട് എഴുതി. കോമ്പൗണ്ടിൻ്റെ പേര് 2-chloro-butane കേട്ടോ. 2-chloro-butane. നമ്മൾ 2-3 കൺസെപ്റ്റ് ഒരുമിച്ചാണ് പറയുന്നത്. 2-chloro-butane എടുത്തു അല്ലേ. ആരുമായിട്ടാണ് റിയാക്ട് ചെയ്തത്? അക്വസ് KOH ആയിട്ടാണ് റിയാക്ട് ചെയ്തത്. ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? അക്വസ് KOH വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത് ആൽഫ, തൊട്ടടുത്തത് ബീറ്റ. ഇവിടെ എന്തുണ്ട്? ബീറ്റ ഇല്ലേ? ഇതും എന്താ? ബീറ്റ അല്ലേ.
അപ്പം നമ്മൾ ഇതിനെ β1 എന്നും ഇതിനെ β2 എന്നും എടുക്കാം അല്ലേ. ഇപ്പം സപ്പോസ് ചെയ്തേ β1 നിന്നാണ് എലിമിനേറ്റ് ചെയ്യുന്നത്, ഈ CLും ഇവിടുന്ന് ഒരു H ആണ് എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? CH2 ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH2 CH3. അതായത് ഐ വിൽ ഗെറ്റ് ബ്യൂട്ട് 1 എനിക്ക് ആരെ കിട്ടും? ബ്യൂട്ട് 1 കിട്ടും. ഇനി ഈ CLും ഇവിടുന്ന് ഒരു Hും കൂടാണ് എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ഗെറ്റ് CH3 ഡബിൾ ബോണ്ട് CH3 C ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ബ്യൂട്ട് 2 ആയിരിക്കും അല്ലേ. രണ്ട് പ്രോഡക്റ്റ് കിട്ടി. അതായത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടി. എന്താ കിട്ടിയത്? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടി. രണ്ടാമത്തെ കേസിൽ എനിക്ക് കിട്ടിയത് എന്താ കിട്ടിയത്? ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടി. ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ലെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടി. അപ്പം ഇതിന് വെറുതെ അല്ല, നിങ്ങൾ 12ാം ക്ലാസ്സിലെ എലിമിനേഷൻ റിയാക്ഷൻ കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു റൂൾ ഉണ്ട്, സെയ്റ്റ്സഫ് റൂൾ എന്ന് പറയും. ഏത് റൂളാണ് പറയണത്? സെയ്റ്റ്സഫ് റൂൾ. എന്താ? ഡ്യൂറിങ് എ ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഇത് ഡീഹൈഡ്രോ ഹാലജനേഷൻ അല്ലേ? ഇവിടുന്ന് ഒരു Hും ഒരു CLും കൂടെ HCl അല്ലേ വെളിയിലോട്ട് പോകുന്നത് അല്ലെ. അങ്ങനെ ഒരു HCl വെളിയിലോട്ട് പോകുമ്പോൾ ഡ്യൂറിങ് എ ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ ദ മോർ സ്റ്റേബിൾ പ്രോഡക്റ്റ് വിൽ ബി എന്തായിരിക്കും? one with a more number of substituents on either side of the double bond. ഡബിൾ ബോണ്ടിന്റെ രണ്ട് സൈഡിലും ഏറ്റവും കൂടുതൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉള്ളതായിരിക്കും എന്തെന്ന് പറയണത്? മോർ സ്റ്റേബിൾ എന്ന് പറയണത്. ആണോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഏതായിരിക്കും? ഈ റൂള് പറഞ്ഞത് സെയ്റ്റ്സഫ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ സെയ്റ്റ്സഫ് റൂൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? സെയ്റ്റ്സഫ് എന്നാണെങ്കിൽ നമ്മൾ വായിക്കുക സെയ്റ്റ്സഫ് എന്നാണ് വായിക്കുക കേട്ടോ. സെയ്റ്റ്സഫ് റൂൾ എന്ന് വിളിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോഫ്മാൻ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? ഹോഫ്മാൻ പ്രോഡക്റ്റ്. എന്താ വിളിക്കുക? നമ്മൾ ഹോഫ്മാൻ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ ആണോ പറയണത്? അപ്പോൾ ഇവിടെ എന്താ? സെയ്റ്റ്സഫ് പ്രോഡക്റ്റും ഉണ്ട്, ഹോഫ്മാൻ പ്രോഡക്റ്റും ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ ഇതിൽ സെയ്റ്റ്സഫ് ആണോ ഫോം ചെയ്യുന്നത് ഇതാണോ എന്ന്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്നറിയാമോ? അത് നമ്മുടെ ഉണ്ടാകുന്ന ആനയോൺസിൻ്റെ കാറ്റയോൺസിൻ്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചിരിക്കും. ഇവിടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഈ പറയുന്ന പോലെ ഈ പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. കാര്യം ഇതിന് ഇൻ്റർമീഡിയറ്റ് കാർബോ കാറ്റയോൺ വരുമ്പോൾ അത് എന്ത് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും? റെസൊണൻസ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് +I ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏത് തന്നെ ആയിരിക്കും? സെയ്റ്റ്സഫ് പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും ഇവിടെ എന്തായിട്ടുള്ളത്? സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു കോമ്പൗണ്ട് ഞാൻ എഴുതാൻ പോവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഉള്ളത് PH, ഇവിടെ ആര് വന്നിട്ടുണ്ട്? CH2 വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ Br, CH ഇവിടെ. ഓക്കെ, ഒരു സെക്കൻഡേ, ഞാൻ ഇവിടെ എഴുതിയപ്പോൾ ഒരു 1 2 3 ഒരു കാർബൺ മിസ്സാക്കി എഴുതിയത് കേട്ടോ, ഒരു ഹൈഡ്രജൻ മിസ്സാക്കി എഴുതിയത് കേട്ടോ, അതൊന്ന് എഴുതിക്കോണേ. ഓക്കെ ഫൈൻ. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, CH ഇവിടെ ആര് വരും? CH2 CH3. ദേ നോക്കിയേ, ഇവിടെ ഒരു ഫിനൈൽ റിംഗ് കണക്ട് ചെയ്തിട്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് പ്രോഡക്റ്റ് പോസിബിളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സെയ്റ്റ്സഫ് പ്രോഡക്റ്റും രണ്ടാമത്തെ പ്രോഡക്റ്റ് ഹോഫ്മാൻ പ്രോഡക്റ്റും. ഹോഫ്മാൻ ഇല്ല സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആയിരിക്കും ഫോം ചെയ്യുന്നത്. സെയ്റ്റ്സഫ് റൂൾ പറയുന്നത് എന്തായിരിക്കും? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത് എന്നായിരിക്കും പറയുന്നത്. ഒന്ന് നോക്കിക്കേ, സെയ്റ്റ്സഫ് റൂൾ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടുന്ന് ഒരു Hും ഇവിടുന്ന് ഒരു CLും കൂടെ എന്ത് എലിമിനേറ്റ് ചെയ്യും? HBr എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് PH CH2. ഇവിടെ ആരെ കിട്ടും? CH ഡബിൾ ബോണ്ട് CH3. ഈ പ്രോഡക്റ്റ് ആയിരിക്കും എന്തെന്ന് പറയണത്? സെയ്റ്റ്സഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്ത് പ്രോഡക്റ്റ് ആണ്? സെയ്റ്റ്സഫ് പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, സെയ്റ്റ്സഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഹോഫ്മാൻ പ്രോഡക്റ്റ് ആണെങ്കിൽ EHും Br കൂടെ പോകുന്നതായിരിക്കും. ദാറ്റ് ഈസ് PH CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3. ഇതായിരിക്കും പ്രോഡക്റ്റ്. പക്ഷേ ഇവിടുത്തെ കേസിൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതായിരിക്കും എന്നറിയാമോ? ഹോഫ്മാൻ ആയിരിക്കും. ഏതായിരിക്കും വരുന്നത്? ഹോഫ്മാനാണ്. കാര്യം എന്താ? ഡബിൾ ബോണ്ടും റിങ്ങും കൂടെ വന്നാൽ അവിടെ എന്തിന് പോസിബിലിറ്റി ഉണ്ട്?
കോൺജുഗേഷനും റെസൊണൻസിനും. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. സോ ദിസ് വിൽ ബി ഏത് പ്രോഡക്റ്റ്? മേജർ പ്രോഡക്റ്റ്. ഓക്കെ ആണോ പറയണത്? അപ്പോൾ ഈവൺ എലിമിനേഷൻ ഓക്കെ ആണോ പറയണത്? അപ്പം റെസൊണൻസ് ഫിനൈൽ ഇതോ ആണെങ്കിൽ സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഈ പറയുന്ന ഹോഫ്മാൻ പ്രോഡക്റ്റ് സ്റ്റേബിൾ ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? നമുക്ക് വരുന്ന വഴിക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഇപ്പം എന്ത് പഠിക്കാം? ഹോഫ്മാൻ റൂൾ എന്താണെന്ന് പഠിക്കുക. എന്താ ഹോഫ്മാൻ റൂള്? ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള മേജർ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനെ ഹോഫ്മാൻ എന്നും, അല്ല മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആണ് മേജർ പ്രോഡക്റ്റ് എങ്കിൽ അതിനെ സേറ്റ്സഫ് റൂൾ എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് E1 എലിമിനേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ E1 എലിമിനേഷൻ മൊത്തം എന്ത് ചെയ്തു? അവിടെ കഴിഞ്ഞു. ഇനി E1 എലിമിനേഷൻ എന്തുണ്ട്? കുറച്ച് അതിൻ്റെ എവിഡൻസസ് ഉണ്ട് കേട്ടോ. E1 എലിമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് എവിഡൻസസ് കിടപ്പുണ്ട്. എന്തൊക്കെയാണ് E1 എലിമിനേഷനുള്ള എവിഡൻസ് എന്ന് പറയുന്നത്? അപ്പം നോക്കിക്കേ, E1 എലിമിനേഷൻ്റെ എവിഡൻസാണ് പറയാൻ പോകുന്നത്. ഒന്നാമത് നമ്മൾ എന്തിനെ എടുത്തെന്നാണ് പറയുന്നത്? കൈനറ്റിക് സ്റ്റഡീസ്. ഓക്കെ, E1 എലിമിനേഷൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത് കൈനറ്റിക് സ്റ്റഡീസ് കാണിക്കുന്നത്. നമ്മൾ എന്ത് നോക്കി? ഇതിൻ്റെ കൈനറ്റിക് സ്റ്റഡീസ് നോക്കി. ഈ കൈനറ്റിക് സ്റ്റഡീസ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുള്ളത് ഏതാണെന്ന്. ഇതിൻ്റെ റേറ്റ് ആർക്ക് മാത്രമേ പ്രൊപ്പോർഷണൽ ഉള്ളെന്നുള്ളത്? ആൽക്കൈൽ ഹാലൈഡ്സിന് മാത്രമേ പ്രൊപ്പോർഷണൽ ഉള്ളൂ. നമ്മളിപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ പറയുന്ന പോലെ ആൽക്കൈൽ ഹാലൈഡ്സ് ടെറിഷറി സെക്കൻഡറി ഒക്കെ ഇട്ട് നോക്കിയപ്പോൾ എന്ത് പറ്റുന്നുണ്ട്? അതിനനുസരിച്ച് റിയാക്ടന്റിൻ്റെ റേറ്റിനും എന്ത് വരുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം, ഇതിപ്പം E2 ആണെങ്കിൽ, E2 ആയിരുന്നെങ്കിൽ അവിടെ രണ്ടെണ്ണം വന്നേനെ. ആരായിരുന്നു E2? നമ്മൾ SN1 പോലെ തന്നെയാണ് E1ഉം, SN2 പോലെയാണ് E2. ഓക്കെ അല്ലേ? SN1-നകത്താണെങ്കിൽ റേറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് എന്നായിരുന്നു പഠിച്ചത്. SN2 ആണെങ്കിൽ റേറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ന്യൂക്ലിയോഫൈൽ. ഇവിടെ ആൽക്കൈൽ ഹാലൈഡും ഇവിടെ ഏതും വരും? ബേസും വരും. ബേസ് അല്ലേ നമ്മൾ എടുക്കുക? ബേസും വരും. അങ്ങനെ രണ്ടെണ്ണത്തിനും വന്നേനെ. ബേസ് ചേഞ്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ ബേസിന് എന്തില്ല? യാതൊരു ഇഫക്റ്റും ഇല്ല. ദിറ്റ് മീൻസ് ദാറ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ നടന്നാലും ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ബേസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്താലും കുറേ ഇട്ട് മാറ്റിയാലും അവിടെ എന്ത് നടക്കത്തില്ല? പ്രത്യേകിച്ച് ഈ 6th സ്റ്റെപ്പിൽ ബേസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിക്കൊടുത്തിട്ടോ എന്തില്ല? യാതൊരു പ്രയോജനവും ഇല്ല. ദാറ്റ് മീൻസ് ഇവിടെ ആർക്ക് ഇഫക്റ്റ് ഇല്ല? ഈ പറയുന്ന ബേസിന് യാതൊരു ഇഫക്റ്റും ഇല്ല. ഓക്കെ അല്ലേ പറയണത്? ഓക്കെ. ഇനി ഇതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? കാർബോകാറ്റയോൺ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ പറയുന്ന റിയാക്ഷൻ എന്തായിരിക്കും ഫോളോ ചെയ്യുന്നത്? E1 എലിമിനേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. ഇത്രയാണ് ഇതിൻ്റെ എവിഡൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? E1 എലിമിനേഷൻ, അതിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്, പിന്നെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, സോൾവെൻറ്റ് എന്താണ് ഹോഫ്മാൻ എലിമിനേഷൻ, എന്താണ് സേറ്റ്സഫ് എലിമിനേഷൻ, ഇവിടെ പ്രോഡക്റ്റ് നടക്കുന്നു, അതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡറും ആക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്. ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് E2 എലിമിനേഷനും E1 CB എലിമിനേഷനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു.